രാജ്യതലസ്ഥാനത്ത് നടുക്കിയ നിർഭയ കേസ് നടന്നിട്ട് 12 വർഷമാകുന്നു. അവൾക്ക് നീതി ഉറപ്പാക്കാൻ രാഷ്ട്രീയ കക്ഷികളും വിവിധ സംഘടനകളും അന്ന് തെരുവിലിറങ്ങിയതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ ഭരണകൂടം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ്. അവൾ ഇന്ത്യയുടെ മകളെന്ന് ജനകോടികൾ പറഞ്ഞതാണ്. ആ മാതാപിതാക്കളുടെ കണ്ണീർ രാജ്യത്തിന്റെ നോവായി മാറിയ നാളുകൾ. അന്ന് ഇനിയൊരു പെണ്ണിനും ഈ ഗതി ഉണ്ടാകില്ലെന്ന് നമ്മൾ ശപഥം ചെയ്തു. എന്നിട്ട് ഈ നാടിന് മാറ്റമുണ്ടായോ? നിർഭയ കേസ് ചരിത്രത്തിന്റെ ഭാഗമായി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇവിടെ പെണ്ണിന്റെ നിലവിളി നിലയ്ക്കുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ സ്ത്രീകൾ വരെയും അതിക്രമത്തിന് ഇരകളാകുന്നു. ഡൽഹിയിൽ 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്ത പുറത്തുവന്ന അതേ ദിവസം തന്നെ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ 76-കാരിയാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. ആ കേസുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രാജ്യതലസ്ഥാനമാണ്. നമ്മുടെ സൈന്യവും പോലീസ് സേനയുമൊക്കെ ഉറക്കമിളച്ച് കാവൽ നിൽക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റി. ഒരു തീവ്രവാദി പോലും അതിക്രമിച്ച് കയറുന്നുണ്ടോ എന്ന് സദാസമയം നിരീക്ഷിക്കുന്നുണ്ട്. ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതാക്കൾക്കും സുരക്ഷയൊരുക്കുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിലെ സാധാരണ സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും ആര് സംരക്ഷണം നൽകും? ഈ ഭരണകൂടത്തിന്റെ മൂക്കിൻ തുമ്പത്ത് പോലും കുരുന്നുകൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുകയാണ്. ഡൽഹിയിൽ 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് ഞെട്ടലോടെയാണ് കേട്ടത്. നരേല മേഖലയിൽ കഴിഞ്ഞ ദിവസമാണ് മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമുണ്ടായത്. കേസിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ഡൽഹിയിലാണ് രാജ്യത്തെ ആകെ ഞെട്ടിച്ച കൊടും ക്രൂരത നടന്നത്. 10 വയസ്സുകാരിയെ പ്രദേശവാസികളായ 2 യുവാക്കൾ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. നരേല പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. വീട്ടുകാരും ബന്ധുക്കളും തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് അർദ്ധരാത്രിയോടെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. തെരച്ചിൽ നടക്കുന്നതിനിടയിൽ പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം തല തകർത്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 20-കാരനായ രാഹുൽ, ദേവദത്ത് എന്നിവരാണ് പിടിയിലായത്. രാത്രി അത്താഴത്തിനു ശേഷം വീടിന് പുറത്തിറങ്ങിയ പെൺകുട്ടിയെ അയൽവാസിയായ രാഹുൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അടുത്തുള്ള ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് പ്രതികൾ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെയും സുഹൃത്ത് ദേവദത്തിനെയും പോലീസ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. രാഹുൽ റബ്ബർ സിലിണ്ടർ ട്യൂബ് നിർമ്മാണ ഫാക്ടറിയിലും ദേവദത്ത് കുടനിർമ്മാണ ഫാക്ടറിയിലും ജോലി ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങളും പോക്സോയിലെ വിവിധ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി. കൊച്ചുകുട്ടികളെ മാത്രമല്ല, വൃദ്ധരായ സ്ത്രീകളെ പോലും കാമ കണ്ണുകളോടെ നോക്കുന്ന വെറുക്കപ്പെട്ടവരുടെ നാട്. ഓരോ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ പറയാൻ തന്നെ ലജ്ജ തോന്നുന്നുണ്ട്. ആലപ്പുഴ കായംകുളത്ത് 76-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് കൊച്ചുമകന്റെ പ്രായമുള്ള യുവാവാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ 27-കാരനായ കരുനാഗപ്പള്ളി സ്വദേശി ഷഹാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ ഇയാൾ മുൻപ് നിരവധി കേസുകളിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കായംകുളം കൃഷ്ണപുരം സ്വദേശിയായ വയോധികയെയാണ് കഴിഞ്ഞ 27-ന് രാത്രി വീട്ടിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന 76-കാരിയുടെ വീടിന് സമീപത്ത് ഒളിച്ചിരുന്ന പ്രതി വൃദ്ധ വീടിന്റെ വാതിൽ തുറന്ന സമയം അകത്ത് കയറി പീഡിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വയോധിക വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്
കരുനാഗപ്പള്ളി ക്ലാപ്പന സ്വദേശി ഷഹാസ് അറസ്റ്റിലായത്. കൃഷ്ണപുരത്തെ ഒളിയിടത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ലഹരിക്ക് അടിമയായ ഷഹാസ 20 വയസ്സുള്ളപ്പോൾ 1.5 കിലോ കഞ്ചാവുമായി കരുനാഗപ്പള്ളി എക്സൈസിന്റെ പിടിയിലാവുകയും 4 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുമെന്ന് കായംകുളം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കായംകുളം. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നോട്ടങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും വേട്ടയാടൽ, ഭീതിപ്പെടുത്തുന്നതാണ് ഈ നാട്ടിലെ പെണ്ണിന്റെ അവസ്ഥ. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ യുവതിയുടെ പിന്നാലെ നടന്ന് വേട്ടയാടിയത് അയൽവാസിയായ യുവാവാണ്. ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല സന്ദേശം അയച്ചു. ഇത് ചോദ്യം ചെയ്തതിന് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ യുവതിയുടെ കണ്ണിന് പരിക്കേറ്റിരുന്നു. പ്രദേശവാസിയായ മിർഷാദ് എന്ന യുവാവിനെതിരെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച കൊടുവള്ളി പോലീസ് ഒളിവിലുള്ള പ്രതിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. യുവതിയുടെ നാട്ടുകാരനായ ചെറുവോട്ടും മിർഷാദ് എന്ന യുവാവിനെതിരെയാണ് പരാതി. ഇൻസ്റ്റാഗ്രാമിലേക്ക് നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ ഇയാൾ അയച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴി തന്നെ മറുപടിയും നൽകിയിട്ടും ആവർത്തിച്ചപ്പോൾ യുവാവിന്റെ വീട്ടിൽ പോയി വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ വൈരാഗ്യത്തിൽ അങ്ങാടിക്ക് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്തുവെച്ച് ക്രൂരമായി ഉപദ്രവിച്ചതായാണ് യുവതിയുടെ പരാതി. ആക്രമണത്തിൽ കണ്ണിനും തലയ്ക്കും പരിക്കേറ്റു. സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായും യുവതി പറഞ്ഞു. ഞാൻ നടപ്പോയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ ഇവനും ഇവൻ്റെ ഫ്രണ്ടുണ്ട്, സുഹേൽ എന്നാണ് പേര്, അവനും കൂടി അവിടെ ഇരിക്കുകയിന്. അപ്പോൾ ഇന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു. എനിക്ക് ഓപ്പണായി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു. എനിക്ക് എന്താ വേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ഇവന് എനിക്ക് എന്താ വേണ്ടത് കാണിച്ചു തരാം, ലൈക്ക് അതുപോലെ ഒരു സംസാരം പറഞ്ഞിട്ട് എൻ്റെ ആദ്യം പിടിച്ചത് കഴുത്തിനാണ്. കഴുത്തിന് പിടിച്ചതിൽ എൻ്റെ മേലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇന്ത്യയിൽ എൻ്റെ കഴുത്തിന് പിടിച്ച് 3 കുത്തെന്നെ കുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ അവിടെ വീണിട്ടുണ്ട്. എനിക്ക് എണീച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് ഞാൻ അവിടെ കിടന്നത്. എനിക്ക് വയ്യ, നല്ല തല കറങ്ങി ഞാൻ അവിടെ വീണുപോയി. വീട്ടിൽ യുവതിയും ഉമ്മയും മാത്രമാണ് താമസം. പിതാവ് ഖത്തറിൽ ജോലി ചെയ്യുകയാണ്. സംഭവത്തിൽ കൊടുവള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. പല ദുരൂഹതകളും മണക്കുന്നുണ്ട്. കൊട്ടേഷനല്ല, പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. കൊലയാളിയായ അമ്പിളിക്ക് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നും പോലീസ് ഉറപ്പിക്കുന്നു. പാറശാല സ്വദേശി സുനിൽകുമാറിന് പിന്നാലെ പ്രേമചന്ദ്രൻ എന്ന കഥാപാത്രം കൂടി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിലിന് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രേമചന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിനിടെ മുഖ്യപ്രതി അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൌസും നൽകിയ സുനിൽകുമാറിന്റെ ഉടമസ്ഥയിലുള്ള ബ്രദേഴ്സ് സർജിക്കൽ സ്ഥാപനത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പണത്തിനു വേണ്ടി നടത്തിയ ക്രൂര കൊലപാതകത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. കൊലയ്ക്ക് പിന്നിൽ സുനിൽകുമാറിന് പുറമെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നതിന് തെളിവും പോലീസിന് ലഭിച്ചു. തെളിവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമേന്ദ്രനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുനിൽകുമാറും താനും ചേർന്നാണ് മുഖ്യപ്രതി അമ്പിളിയെ കളിയിക്കാവിളയിൽ കൊണ്ടുവിട്ടതെന്ന് പ്രേമചന്ദ്രൻ മൊഴി നൽകി. ഇതിനുശേഷം സംഭവം കഴിയുന്നതുവരെ ഇരുവരും പരിസരത്തുണ്ടായിരുന്നു എന്നതിന്റെ നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചു. പ്രേമചന്ദ്രനെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിടികൂടിയാണ് തമിഴ്നാട് പോലീസിന് കൈമാറിയത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും
CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് കണ്ടെത്തിയത്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിലിനും അമ്പിളിക്കും പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമേന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മദ്യപാനത്തിനിടെ ഗൂഢാലോചന നടത്തുമ്പോൾ പ്രേമേന്ദ്രനും ഉണ്ടായിരുന്നതായി അമ്പിളിയും മൊഴി നൽകിയിരുന്നു. പ്രേമചന്ദ്രനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഉടൻ അപേക്ഷ സമർപ്പിക്കും. സുനിലും വൈകാതെ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സുനിൽകുമാർ ഒളിവിൽ പോകുന്നതിന് മുമ്പ് പ്രേമചന്ദ്രനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം കാളികാവിന് സമീപം വാളക്കുളത്ത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ക്രിമിനൽ സംഘങ്ങൾ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും ലഹരി ഇടപാടുകളും കാരണം പലരും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വാളക്കുളത്തെത്തിയ സംഘം ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ അക്രമികൾക്കെതിരെ സംഘടിച്ച് രംഗത്തെത്തി. പിന്നാലെയുണ്ടായ ഏറ്റുമുട്ടൽ വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ആക്രമിക്കാനെത്തിയവരെ നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താണ് പറഞ്ഞയച്ചത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അക്രമി സംഘത്തിൽപ്പെട്ട പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ വല്ലാഞ്ചിറ ഉമേർ, മുതുകുളവൻ ഫായിസ്, മുതുകുളവൻ ജിഷാൻ, ഷാഫി എന്നിവർക്കാണ് ഗുരുതരമായി പരുക്കേറ്റത്. 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഉമൈറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടത്തിന് സമീപം വാളക്കുളത്താണ് സംഭവം. പന്നിക്കോട്ടുമുണ്ടയിലെ കടയിൽ നിന്ന് പണം തട്ടിയെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് ആദ്യമുണ്ടായത്. ഇത് കഴിഞ്ഞ് പിരിഞ്ഞുപോയ സംഘം മടങ്ങിയെത്തി ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി നാട്ടുകാർ സംഘടിച്ച് പ്രതികരിച്ചു. അത് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. സംഘട്ടനത്തിൽ ഷാഫി, ഉമൈർ, ഫായിസ്, ജിഷാൻ എന്നിവർ പരിക്കേറ്റ് കിടന്നപ്പോൾ പോലീസെത്തി ആംബുലൻസ് ഏർപ്പെടുത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം പന്നിക്കോട്ടുമുണ്ടയിലെത്തിയ ഉമൈർ നാട്ടുകാരെ വീണ്ടും വെല്ലുവിളിച്ചു. ഇതോടെ വീണ്ടും സംഘട്ടനമുണ്ടായപ്പോഴാണ് ഉമൈറിന് ഗുരുതരമായി പരിക്കുപറ്റിയത്. പോലീസെത്തി ബന്ധുക്കളെ അറിയിച്ചാണ് ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോക്സോ, ബലാത്സംഗം, സ്ത്രീപീഡനം, ലഹരി ഉപയോഗം തുടങ്ങിയ കേസുകളിലെ പ്രതിയായ ഫായിസിനെ കാപ്പ ചുമത്തി പോലീസ് നാടുകടത്തിയിരുന്നു. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും എതിർക്കുന്ന പൊതുപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തൽ, മോഷണം, പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി അടിച്ചു തകർക്കൽ എന്നിങ്ങനെ 12 കേസുകൾ ഉമൈറിന്റെ പേരിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷാഫിയുടെ പേരിൽ ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങി 4 കേസുകളുണ്ട്. ജിഷാന്റെ പേരിൽ ലഹരി ഉപയോഗത്തിനാണ് കേസുള്ളതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കാളികാവ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് 18 മലപ്പുറം. പൊതുസ്ഥലത്തും സർക്കാർ ആശുപത്രികളിലുമൊക്കെ ഷൂട്ടിങ്ങിന് സിനിമാക്കാർക്ക് അനുമതി നൽകാറുണ്ട്. എന്നാൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഷൂട്ടിംഗ് നടക്കുന്നത് അംഗീകരിക്കാനാവില്ല. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം സിനിമ ഷൂട്ടിംഗ് നടത്തിയ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. സംഭവം വിവാദമായതോടെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് ഡിഎംഒയ്ക്കും ആശുപത്രി സൂപ്രണ്ടിനും അയച്ച നോട്ടീസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിനിമ ഷൂട്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ചെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം വ്യാഴാഴ്ച രാത്രിയാണ് രോഗികളെ വലച്ച് ചിത്രീകരണം നടത്തിയത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ചത്. രാത്രി 9 മണിയോടെ ആരംഭിച്ച ചിത്രീകരണം പുലർച്ചെ വരെ നീണ്ടുനിന്നു. അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം.
അഭിനേതാക്കൾ ഉൾപ്പെടെ 50ഓളം പേർ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു. അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി എത്തിയ ആൾക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുവാനും കഴിഞ്ഞില്ല. പ്രധാന കവാടത്തിലൂടെ ആരെയും കടത്തിവിട്ടതുമില്ല. ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാസന്ന നിലയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാഹിതം സംബന്ധിച്ച ആൾക്കാർ കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമ ഷൂട്ടിങ്. നമ്മളിവിടെ ഉള്ള ഒരു കലയ്ക്കോ ഒരു സിനിമയ്ക്കോ സിനിമക്കാർക്കോ ഒന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ആളുകളാരാണ്? ഒന്നില്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്ക് ഒരു ബോധം വേണ്ടേ? ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിയിരിപ്പുകാരോടും നിർദ്ദേശിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിന് അനുമതി നൽകിയതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. പെൺകുട്ടികളെയും യുവതികളെയും ഉപയോഗിച്ചാണ് ലഹരി സംഘങ്ങൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുന്നത്. കോഴിക്കോട് 2 കോടിയുടെ ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ ഒരു യുവതി കൂടി പിടിയിലായിരിക്കുന്നു. ആലപ്പുഴ പുന്നപ്പുറ സ്വദേശി ജുമിയെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത്. ഇവർ കോഴിക്കോട് ലഹരി കച്ചവടം നടത്തുന്ന സംഘത്തിലെ കാരിയറാണെന്ന് പോലീസ് പറയുന്നു. രണ്ട് കോടി വില വരുന്ന ലഹരിമരുന്ന് പിടികൂടിയ കേസിലാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി 24-കാരിയായ ജുമി PS-നെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്നാണ് വെള്ളയിൽ ഇൻസ്പെക്ടർ ജി ഹരീഷും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് യുവതിയെ പിടികൂടിയത്. മെയ് 19-ന് പുതിയങ്ങാടി എടയ്ക്കൽ ഭാഗത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലഹരിമരുന്നുകൾ ലഭിച്ചു. പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 1-ാം പ്രതി നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജിയെ ബംഗളൂരുവിൽ നിന്നും, 2-ാം പ്രതി പെരുവണ്ണാമൂഴി സ്വദേശി ആൽബിൻ സെബാസ്റ്റ്യനെ കുമളിയിൽ നിന്നും പിടികൂടി. ഇരുവരും ഇപ്പോൾ റിമാൻഡിലാണ്. ഷൈൻ ഷാജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ജുമിയുടെ വിവരങ്ങൾ ലഭിച്ചത്. ബംഗളൂരുവിൽ നിന്നും ടൂറിസ്റ്റ് ബസ് വഴി ജുമി പലതവണ ലഹരിമരുന്ന് കടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 2 പ്രതികളെ പിടികൂടിയപ്പോൾ ജുമി ഒളിവിൽ പോയി ബംഗളൂരുവിൽ താമസിക്കുകയായിരുന്നു. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ജുമി കാരിയറായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നത്. ഗോവ, ബംഗളൂരു എന്നിവിടങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിക്കുകയാണ് ഇവരുടെ പതിവെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മെട്രോ നഗരമായ കൊച്ചി ലഹരിയുടെ ഹബ്ബാണ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓരോ ദിവസവും കോടികളുടെ രാസലഹരികൾ ഇവിടെ ഒഴുകുന്നുണ്ട്. കൊച്ചിയിൽ മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 ലഹരി സംഘങ്ങളാണ് പിടിയിലായത്. പറവൂർ മാഞ്ഞാലിയിൽ കാറിൽ കടത്തിയ ലഹരിയുമായി 3 യുവാക്കളെയും, മരടിൽ ബൈക്കിൽ സഞ്ചരിച്ച് MDMA കച്ചവടം നടത്തുന്ന 2 യുവാക്കളെയും എക്സൈസ് സംഘം പിടികൂടി. കഴിഞ്ഞ ദിവസം ആലുവയിലും അങ്കമാലിയിലും പോലീസ് ലക്ഷങ്ങളുടെ ലഹരി വേട്ടയാണ് നടത്തിയത്.
പറവൂർ മാഞ്ഞാലിപ്പാലത്തിന് സമീപം കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 37 ഗ്രാം MDMAയും 21 ഗ്രാം കഞ്ചാവുമായാണ് 3 യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായത്. പറവൂർ മാട്ടുപ്പുറം സ്വദേശികളായ ശ്രാവൺ, മുബാറക്ക്, സുഹൈൽ സുലൈമാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്നും MDMA കൊണ്ടുവന്ന് മാഞ്ഞാലി, പറവൂർ ഭാഗങ്ങളിലുള്ള കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു സംഘം. മരട് ദേശത്ത് മേലേത്ത് ഏജൻസീസ് എന്ന പെട്രോൾ പമ്പിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച് MDMA കച്ചവടം നടത്തി വന്നിരുന്ന ഈരാറ്റുപേട്ട സ്വദേശികളായ ഷാഹിദ്, ഷാരൂഖ് ഖാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 1.5 ഗ്രാം MDMAയും ഇവർ സഞ്ചരിച്ചിരുന്ന ഡ്യൂക്ക് ബൈക്കും കസ്റ്റഡിയിലെടുത്തു. കാക്കനാട്, വൈറ്റില, മരട് ഭാഗങ്ങളിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചായിരുന്നു ലഹരിമരുന്ന് കച്ചവടം നടത്തി വന്നിരുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 കൊച്ചി. സ്വർണവും ലഹരിയും കടത്തുന്നത് പോലെ വ്യാജ വിദേശ ബ്രാൻഡ് വാച്ചുകൾ കടത്തുന്ന സംഘവും കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ലക്ഷങ്ങൾ വില മതിക്കുന്ന വ്യാജ വിദേശ ബ്രാൻഡ് വാച്ചുകൾ പിടികൂടിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ചൈനയിൽ നിന്ന് അനധികൃതമായി സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന കള്ളക്കടത്ത് സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെയും കസ്റ്റംസിന്റെയും അന്വേഷണം. 9,000 വാച്ചുകളാണ് കൊച്ചി, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും പിടികൂടിയത്. ചൈനയിൽ നിർമ്മിച്ച വ്യാജ വാച്ചുകൾ കേരളത്തിൽ വിറ്റഴിക്കുന്നതായി കസ്റ്റംസിനും പോലീസിനും നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂരിലെയും കൊച്ചി ബ്രോഡ്വേയിലെയും കടകളിൽ ഒരേ സമയം പരിശോധന നടത്തിയത്. ബ്രാൻഡഡ് വാച്ചുകളുടെ ഒറിജിനലിനെ വെല്ലുന്ന 9,000-ലധികം വ്യാജ പതിപ്പുകൾ പിടിച്ചെടുത്തു. 10,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് വാച്ചുകൾ വിറ്റിരുന്നത്. വാച്ചുകളുടെ ശാസ്ത്രീയ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. വാച്ചുകൾക്ക് പുറമെ വ്യാജ കൂളിംഗ് ഗ്ലാസുകളും പിടികൂടി. കൊച്ചി, മലപ്പുറം ജില്ലകളിലെ കള്ളക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊച്ചി സെൻട്രൽ പോലീസ് 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ISRO ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസ് അടക്കമുള്ള പ്രതികൾ തെളിവ് നശിപ്പിച്ചെന്നും ഗൂഢാലോചന നടത്തിയെന്നും കണ്ടെത്തൽ. തിരുവനന്തപുരം CJM കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കണ്ടെത്തൽ. വിൽപ്പനയ്ക്കായി എത്തിച്ച 1 കിലോ കഞ്ചാവുമായി കൊട്ടാരക്കരയിൽ യുവാവ് പിടിയിൽ. കൊട്ടാരക്കര സ്വദേശി അരുൺ രാജാണ് എക്സൈസിന്റെ പിടിയിലായത്. കരുവന്നൂർ കേസിൽ സ്വത്ത് കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റേതടക്കം 29 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. CPM ഓഫീസുള്ള സ്ഥലവും ഇതിൽ ഉൾപ്പെടുന്നു. പാലക്കാട് കുളപ്പുള്ളിയിൽ കുടിവെള്ളം എടുക്കുന്നതിനിടെ അതിഥി തൊഴിലാളിയായ സ്ത്രീക്ക് നേരെ ആക്രമണം. കൊൽക്കത്ത സ്വദേശിയായ നിർമ്മല ദേവിക്കാണ് പരിക്കേറ്റത്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമായിരുന്നു 6 വർഷം മുൻപ് മലപ്പുറത്ത് വയോധികയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിച്ച സംഭവം. ആ കേസിലെ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച അതേ ദിവസം തന്നെയാണ് കൊല്ലത്ത് 76-കാരി ബലാത്സംഗത്തിന് ഇരയായത്. മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന 67-കാരിയെ പീഡിപ്പിച്ചത് 2018-ലാണ്. കേസിലെ പ്രതികൾക്ക് കോടതി കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു.
കൂട്ടിലങ്ങാടി സ്വദേശികളായ ഇബ്രാഹിമിന് 45 വർഷവും വിനോദിന് 25 വർഷവുമാണ് തടവ് ശിക്ഷ. 2018 മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി വിധി പറഞ്ഞത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം കാട്ടുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കോടതി വിധി. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.